കളിപ്പാട്ടങ്ങളും ഉടുപ്പുകളും വാങ്ങിത്തന്നിരുന്ന അച്ഛൻ എന്തിനായിരുന്നു അപ്പ തങ്ങളെ ഉപേക്ഷിച്ചു പോയത്? ഏതു സമയവും താൻ അപ്പായുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പാവും അമ്മാവും തമ്മിൽ വഴക്കിടാറുള്ളത് താൻ കാണാറുണ്ടായിരുന്നു. അത് എന്തിനായിരുന്നു എന്നൊന്നും തനിക്കെന്നറിയില്ല. ആവണി മുറ്റത്തേക്കൊന്ന് പാളി നോക്കി. തന്നെയും അമ്മയെയും അനുജനെയും തനിച്ചാക്കി ആരുടെയോ കൂടെ താമസിക്കുന്നത് അച്ഛനെ അവൾക്ക് വെറുപ്പ് തോന്നി. തങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് തിരക്കാത്ത അപ്പ അവളുടെ മിഴികളിലേക്ക് ആർത്തലച്ച കണ്ണീർ പ്രവാഹം ഉണ്ടായി. അത്ര നേരം അടക്കി വെച്ചിരുന്ന സങ്കടം പൊട്ടിയൊഴുകി. വർഷങ്ങൾ 10-12 തങ്ങളെ അപ്പ പിരിഞ്ഞിട്ട്. ഏതോ സ്ത്രീക്കൊപ്പം സുഖമായി കഴിഞ്ഞ് തങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഒരു തവണ പോലും അന്വേഷിച്ചില്ല. അമ്മ ഇത്ര കാലം കിടപ്പിലായിട്ട് തിരിഞ്ഞു നോക്കില്ല. ആവണി വെറുപ്പോടെ മുഖം തിരിച്ചു. മണിക്കൂറുകൾ കടന്നുപോയി. ആവണിക്കരികിൽ നിന്നും മാളുവമ്മ മാറിയതേയില്ല. കഞ്ഞിയും വെള്ളവും കൊണ്ട് അവർ അടുത്തു തന്നെ ഉണ്ടായിരുന്നു. മാരിവേലിനെ അവൾ അരികെ ചേർത്ത് ആശ്വസിപ്പിച്ചു. അമ്മാവുടെ ദേഹം കൊണ്ട് കുറച്ചുപേർ പുറത്തേക്ക് പോകുന്നത് ആവണി കണ്ടു. അന്ത്യകർമ്മങ്ങൾ അവൾ ചെയ്യുമ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി. അപ്പ അടുത്തെങ്ങാനും നിൽപ്പുണ്ടോ എന്നവൾ പാളി നോക്കി. പക്ഷേ അവൾക്ക് കണ്ടെത്താനായില്ല. ആൾക്കാരുടെ തിക്കും തിരക്കും കാരണം അമ്മയുടെ ശരീരത്തെ അവളുടെ മിഴികളിൽ നിന്നും മറയ്ക്കപ്പെട്ടു. മാരിവേൽ വിങ്ങിപ്പൊട്ടി നിൽക്കുന്നത് അവൾ കണ്ടു. ആരുടെയൊക്കെയോ സംസാരത്തിൽ നിന്നും അമ്മയുടെ സംസ്കാരം കഴിഞ്ഞു എന്നവൾക്ക് മനസ്സിലായി. അടുത്തുള്ള ആരൊക്കെയോ ചേർന്ന് വീടും പരിസരവും വൃത്തിയാക്കി. ആവണിയെയും മാരുവേലിനെയും സമാധാനിപ്പിച്ച് അവർക്കുള്ള ഭക്ഷണം കൊടുത്തു. മാളുവമ്മയും ദാമോദരൻ ചേട്ടനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മുത്തു ആവണിയോട് എന്താവശ്യമുണ്ടെങ്കിലും പറയണം എന്നാവശ്യപ്പെട്ട് വീട്ടിലേക്ക് പോയി. ആളുകളെല്ലാം ഒഴിഞ്ഞുപോയി. അപ്പാവും അദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യയും മാത്രം വീട്ടിൽ ബാക്കിയായി. അയാൾ ആവണിക്കു സമീപം വന്നു നിന്നു.